ഇന്ന് പത്രവാർത്തകളുമായി എനിക്കിപ്പോൾ ഉള്ളത് സുചന്ദ്രനാണ്. സുചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ഈ പ്രിയദർശിനി യാത്ര ഇന്ന് തുടങ്ങാൻ പോവുകയാണ്. അതെങ്ങനെയൊക്കെയാണ് വിവിധ പത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നതാണ്. നിയമന വിവാദം മറ്റൊരു ഭാഗത്ത് സജീവമാണ്. ഒപ്പം ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം ആരോപണം സർക്കാരും പ്രതിപക്ഷവും ഒരേ സ്വരത്തിൽ ഉയർത്തുന്ന വിഷയങ്ങളൊക്കെയുണ്ട്. ഇതൊക്കെ വിവിധ പത്രങ്ങൾ ഏത് ആംഗിളിലും ഏത് രൂപത്തിലുമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം മാതൃഭൂമി എടുത്താൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ മറ്റൊരു വാർത്ത. വണ്ടി പറക്കും ഈ 100 എന്നാണ്. അതായത് എഥനോൾ പെട്രോളിൽ ചേർക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കേൾക്കുന്ന ഒരു കാര്യമാണ്. 15%, 20% എന്നിങ്ങനെ ഒക്കെ കേൾക്കുന്നുണ്ട്. ഇനി 100% എഥനോളിന് അനുമതി നൽകുകയാണ്. അതായത് പെട്രോൾ ഇന്ധനം പൂർണ്ണമായും മാറ്റിവെച്ച് എഥനോളിൽ മാത്രം ഓടുന്ന വണ്ടികൾ എത്താൻ പോകുന്നു. കരിമ്പിൽ നിന്നും ചോളത്തിൽ നിന്നുമൊക്കെയാണ് ഇതുണ്ടാക്കുക, പെട്രോളിയത്തിൽ നിന്നല്ല. അങ്ങനെ ഈ എഥനോൾ ഇപ്പോൾ പെട്രോളിൽ ചേർക്കുന്നുണ്ട്. അത് എഞ്ചിന് തകരാറുണ്ടാകുന്നതും മറ്റുള്ള വാർത്തകളൊക്കെയുണ്ട്. അപ്പോൾ എഥനോളിന് വേണ്ടി മാത്രം രൂപപ്പെടുത്തിയ വണ്ടികൾ വരുന്നു എന്നുള്ളത് മാതൃഭൂമി ഒന്നാമത്തെ വാർത്തയാക്കുന്നു. പിന്നെ അത് വരുമ്പോഴുള്ള വെല്ലുവിളികൾ എന്താണ്? പ്രത്യേക പമ്പുകൾ സ്ഥാപിക്കണം, അല്ലെങ്കിൽ പ്രത്യേകം ഡിസ്പെൻസറുകൾ ഒരുക്കണം. പെട്രോൾ എഞ്ചിനും എഥനോൾ എഞ്ചിനും അടിസ്ഥാന ഘടനയിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും നിലവിലെ വണ്ടികളിൽ ഉയർന്ന എഥനോൾ ഇന്ധനം ഉപയോഗിക്കുമ്പോൾ ഈ എഞ്ചിനുണ്ടാകുന്ന തകരാറ് സാങ്കേതികമായി മാറ്റണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ അരിയിൽ നിന്നും കരിമ്പിൽ നിന്നും ചോളത്തിൽ നിന്നും ഒക്കെ ഉണ്ടാക്കുന്ന പുതിയ ഇന്ധനം കൊണ്ടുപയോഗിക്കുന്ന വണ്ടികൾ, പൂർണ്ണമായും എഥനോൾ ഉപയോഗിക്കുന്ന വണ്ടികൾ വരുന്നു എന്ന വാർത്ത മറ്റെല്ലാം മാറ്റിവെച്ച് മാതൃഭൂമി ഒന്നാമത്തെ തലക്കെട്ടാക്കുന്നു. ഇനി ഫുട്ബോളുണ്ട്. ഫുട്ബോൾ വളരെ വിശദമായി ഇന്നലത്തെ കളികൾ, ഇന്ന് നടക്കാനിരിക്കുന്ന കളികൾ, ഇതിനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു പോയാൽ നമ്മുടെ സമയത്തിനുള്ളിൽ വരാത്തത് കൊണ്ട് വരുന്ന ക്രമത്തിൽ ഇന്നലത്തെ പുതിയ സെവനപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. എന്നാലും 7ാമത്തെ പേജിൽ ഒരു രാഷ്ട്രീയ വാർത്തയുണ്ട്. പത്മകുമാറിൻ്റേത് സമ്മർദ്ദ തന്ത്രമെന്ന ആരോപണം. ഇപ്പോൾ തൊട്ടു മുമ്പും നമ്മൾ സംസാരിച്ച് നിർത്തിയതാണ്. സ്വർണ്ണക്കൊള്ള കേസ് പ്രതിയായ CPIM ജില്ലാ കമ്മിറ്റി അംഗം A പത്മകുമാറിനെതിരെ ജില്ലാ കമ്മിറ്റിയുടെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള നടപടിയാണ് ഉണ്ടാവുക. തെറ്റുതിരുത്തൽ രേഖയുടെ ഭാഗമായി അതിലെ നിർദ്ദേശമനുസരിച്ചാണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയത് എന്ന് നമുക്കറിയാം. അതിനിടെയാണ് ഇന്നലെ ഒരു വാർത്താ രൂപത്തിൽ സുഹൃത്തുക്കളോട് പറഞ്ഞതായിട്ടുള്ളൊക്കെയുള്ള രൂപത്തിൽ A പത്മകുമാർ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് സ്ത്രീ പ്രവേശം നടത്തിയ ദിവസം ഒരു ഉന്നതനെ കാണാൻ വന്നു എന്നൊക്കെയാണ്. തിരുവനന്തപുരത്തേക്ക് പോയതിന് വണ്ടിയുടെ ലോഗ് ബുക്കിൽ തെളിവുണ്ട് എന്നതടക്കം ഈ വാർത്തയ്ക്കൊപ്പം കൊടുക്കുന്നുണ്ട്. പത്മകുമാറിനെ മാറ്റിയതിനെക്കുറിച്ച് അറിയില്ലെന്ന് പിണറായി, അതായത് അന്ന് സന്നിധാനത്തിന് നിന്ന് മാറ്റിയതിനെക്കുറിച്ച് അറിയില്ലെന്ന് പിണറായി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും ഈ വാർത്തയ്ക്ക് ഒപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. പിണറായി വിജയൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പിണറായി വിജയനെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെയല്ല ഇന്നലെ കണ്ടത്. കണ്ണട ഒഴിവാക്കി പിണറായിയാണ്. ഔദ്യോഗിക വസതി ഇല്ലാത്തതിനാൽ അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത് AKG സെൻറ്ററിൽ നിന്നാണ്. ഔദ്യോഗിക വസതിയിൽ, ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഇതേവരെ ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വേറെ കാര്യം. വാർത്തയിലേക്ക് വന്നാൽ, വർഷങ്ങളായി ഉപയോഗിക്കുന്ന കണ്ണട ഒഴിവാക്കിയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയത്. പുതിയ മുഖം കണ്ട് കണ്ണടയെപ്പറ്റി ചോദിച്ചപ്പോൾ തിമിര ചികിത്സ കഴിഞ്ഞപ്പോൾ കണ്ണടയില്ലാതെ വായിക്കാൻ കഴിയുന്നുണ്ട്, ഇനി കണ്ണട ഉപയോഗിക്കേണ്ടതില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എന്നാൽ കണ്ണട സ്ഥിരമായി ഉപയോഗിച്ചതിനാൽ അത് ഒഴിവാക്കരുതെന്നും പറഞ്ഞു. ഒപ്പം മറ്റ് രാഷ്ട്രീയ വാർത്തകളൊക്കെ മാറ്റിവെച്ചിട്ട് ഈ പറയുന്ന വീടിൻ്റെയും കണ്ണടയുടെയും ഒക്കെ കാര്യമാണ് ഈ വാർത്തയിൽ. ക്ലിഫ് ഹൗസിൽ ഈ അത്രയും പണിയുണ്ടായിരുന്നോ, പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും ഒഴിഞ്ഞു കൊടുക്കാത്തത് എന്തേ എന്ന ചോദ്യത്തിന് അതൊക്കെ ഉണ്ടാകും. ഈ കെട്ടിടങ്ങളുടെ എല്ലാം സ്ഥിതി അങ്ങനെയുള്ളതാണ്. കൃത്യമായി അത് നടത്തിപ്പോകാതിരിക്കുന്നതിൽ നിങ്ങൾക്ക്, അതായത് മാധ്യമപ്രവർത്തകർക്ക് പങ്കുണ്ട്. മന്ത്രിമാർ അവരുടെ താല്പര്യമനുസരിച്ച് നടത്തുന്നതാണെന്ന് വ്യാഖ്യാനമുണ്ടാവുക. അതുകൊണ്ട് എല്ലാവരും മടിക്കും. അതുകൊണ്ട് VD സതീശനെ കുറ്റപ്പെടുത്തേണ്ടതില്ല, അറ്റകുറ്റപ്പണികൾ നടത്തട്ടെ എന്നാണ് പിണറായി വിജയൻ ആ വാർത്തയിൽ പറയുന്നത്. മനോരമയുടെ ഒന്നാമത്തെ പേജിൽ VC-മാർ RSS ചടങ്ങിൽ കടന്നാക്രമിച്ച സർക്കാർ എന്നുള്ളതാണ് ഒന്നാമത്തെ വാർത്ത. സർക്കാരിനെതിരെ CPM എന്നുള്ളത് അതിൻ്റെ താഴെ ഒരു പ്രധാന പോയിൻ്റായി കൊടുക്കുന്നു. VC-മാർക്ക് പ്രതിരോധം തീർക്കുകയാണ് BJP എന്നുള്ളത് രണ്ടാമതും. RSS സർസംഘചാലക് മോഹൻ ഭഗവത്തിൻ്റെ സാന്നിധ്യമുള്ള ചടങ്ങിൽ 3 VC-മാർ പങ്കെടുത്തതിനെയാണ് പ്രതിപക്ഷം പ്രശ്നവൽക്കരിച്ചത്. അതിനെതിരെയാണ് ഇന്നലെ VD സതീശനും ഒപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജിൻഡോ ജോണും ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെ വലിയ രൂക്ഷമായ ഭാഷയിൽ ആഞ്ഞടിച്ചത്. മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും VC-മാരെ കടുത്ത ഭാഷയിൽ വിമർശിച്ചപ്പോൾ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി CPIM രംഗത്തിറങ്ങി. പക്ഷേ ആ ക്രോണോളജിയിലൊരു തെറ്റുണ്ട്. ആദ്യം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയത് CPIM ആണ്. അതായത് മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം
പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെയും വാർത്താ സമ്മേളനം. അതിനുശേഷമാണ് 12-13 മണിക്കൂറോളം ഈ വിഷയത്തിൽ മിണ്ടാതിരുന്നതിന് ശേഷം വി ഡി സതീശൻ്റെ പോസ്റ്റ് വന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഈ വാർത്തയിൽ വന്നപ്പോൾ ആ ക്രമം തിരിഞ്ഞുപോയി എന്നുള്ളത് കൗതുകകരമാണ്. മനോരമയുടെ രണ്ടാമത്തെ പ്രധാന പേജിൽ, അതായത് ഒന്നാം പേജിൻ്റെ ഗെറ്റപ്പിൽ തന്നെ വരുന്ന രണ്ടാം പേജിൽ കമോൺ ലേഡീസ് എന്നാണ് പറയുന്നത്. സൗജന്യ യാത്ര ഇന്ന് തുടങ്ങുന്നു. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഈ ഒരു സൗജന്യത്തെ എങ്ങനെയാണ് KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇന്ന് മുതൽ സ്ത്രീകൾക്ക് കിട്ടുന്ന സൗജന്യത്തെ കാണുന്നത്? 10 വർഷമായി സെക്രട്ടറിയിൽ ലിഫ്റ്റ് ഓപ്പറേറ്ററാണ്. ഇനി ഈ യാത്രയ്ക്ക് ചിലവാകുന്ന 1500 രൂപ മിച്ചം പിടിക്കാമെന്ന് ഹിമാദേവ് പറയുന്നു. അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ, അധ്യാപകർ, ലോട്ടറി തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗം, വീട്ടമ്മമാർ, ആശാവർക്കർമാർ, കോളേജ് വിദ്യാർത്ഥികളൊക്കെ ഈ സൗജന്യ യാത്രയെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് മനോഹരമായിട്ടുള്ള ഒരു ബസ്സിനുള്ളിൽ ഈ സ്ത്രീകളെ യാത്രക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് തന്നെ ആ ചിത്രീകരണത്തിനുള്ളിലൂടെ പറയുന്നുണ്ട്. പ്രിയമാകാൻ പ്രിയദർശിനി, KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ജില്ലാതല ഉദ്ഘാടനം ഓരോ സ്ഥലങ്ങളിലും നടക്കുന്നത് എങ്ങനെയാണ്? രാവിലെ 9 മുതലാണ് സൗജന്യ യാത്ര. ഇറങ്ങേണ്ട സ്ഥലം പറഞ്ഞ് 0 ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാതെയല്ല പോകേണ്ടത്, 0 തുക രേഖപ്പെടുത്തി ടിക്കറ്റ് എടുക്കണം. എവിടെയാണ് ഇറങ്ങുന്നതെന്ന് ആ ടിക്കറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. കുട്ടികളുടെ കൂടെയുള്ള 5 മുതൽ 11 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റ് വേണം. സ്ത്രീകൾക്ക് നിലവിൽ ഓർഡിനറിയിലുള്ളതുപോലെ 15 കിലോ ലഗേജ് സൗജന്യമാണ്. അതിന് മേലെ ഉണ്ടെങ്കിൽ ആ ലഗേജിന് ടിക്കറ്റ് എടുക്കണം. സൗജന്യ യാത്രാ ബസ്സുകൾ തിരിച്ചറിയാൻ പ്രിയദർശിനി ലേബൽ ഉണ്ടാകും പുറത്ത്. ട്രാൻസ്ജെൻഡർമാർക്കും ഇതേ സൗജന്യം കിട്ടും എന്നതടക്കമുള്ള വിവരങ്ങൾ ഒപ്പം അതിനൊപ്പം ചേർത്ത് വയ്ക്കുന്നുണ്ട്. മനോരമയുടെ 3-ാം പേജിൽ കോൾ അടിച്ചു 5629 കോടി എന്നുള്ളതാണ് പ്രധാന വാർത്ത. സാമ്പത്തിക വർഷം ആദ്യ 2 മാസം കഴിയുമ്പോൾ കേരളത്തിൻ്റെ വരുമാനം കൂടുന്നു എന്നാണ് പറയുന്നത്. വിപണിയിലെ ഉണർവാണ് തുണച്ചത്. GST കേന്ദ്രവിഹിതം, നികുതി ഇതര വരുമാനങ്ങളിൽ മികച്ച വർധന ഉണ്ടായിട്ടുണ്ട് എന്നും മലയാള മനോരമ പറയുന്നു. ദേശാഭിമാനിയിലേക്ക് വന്നാൽ സർക്കാരിനെതിരെയുള്ള കുറ്റപത്രമാണ് ഇന്നത്തെ ദേശാഭിമാനി. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തുന്നു എന്നുള്ളതാണ് ദേശാഭിമാനി ഒന്നാമത്തെ തലക്കെട്ടായി ആക്കിയിരിക്കുന്നത്. ഇന്ന് സൗജന്യ യാത്ര തുടങ്ങുന്നു എന്ന ദിവസം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിലച്ചിട്ട് 2 മാസം. അത് 16,40,343 പേർക്ക് തുക അനുവദിക്കാനുള്ള ഫയൽ ധനവകുപ്പ് പിടിച്ചു വച്ചിരിക്കുകയാണ്. കണക്ട് വർക്കിനും വെട്ട് എന്നൊരു വാർത്ത. സർക്കാർ സംഘപരിവാറിന് കീഴടങ്ങി എന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നമ്മൾ നേരത്തെ പറഞ്ഞത് മനോരമയിലെ ഒന്നാമത്തെ വാർത്ത. അത് മുൻപേജിൽ കൊടുക്കുന്നു. 1 മാസം തികയുമ്പോഴേക്കും UDF സർക്കാർ സംഘപരിവാറിന് സമ്പൂർണ്ണമായി കീഴടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞ വാർത്ത അതോടൊപ്പമുണ്ട്. ഒപ്പം ദേശാഭിമാനിയുടെ 5-ാം പേജിലേക്ക് വരികയാണെങ്കിൽ PSC നിയമനം അട്ടിമറിക്കാൻ ശ്രമം, ഏകോപനമില്ല, നിപ പ്രതിരോധം പാളി, സതീശൻ്റെ മംഗളൂരു യാത്ര ദുരൂഹത തുടരുന്നു. പേജ് നിറയെ സർക്കാരിനെതിരായ വാർത്തകൾ. തെറ്റിന് കൂട്ടുനിൽക്കാത്തതിന് സ്ഥലം മാറ്റി ശിക്ഷ, വന്യജീവി ആക്രമണം, 6 മരണം എന്നിട്ടും മന്ത്രിക്ക് പരിഹാസം എന്ന് തുടങ്ങി പറഞ്ഞതല്ല UDF നടപ്പാക്കുന്നത്. മതനിരപേക്ഷതയോടുള്ള വെല്ലുവിളി, ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടുന്നു, RSS വിധേയ VC-മാരോട് മൃദു സമീപനം എന്നിങ്ങനെ സർക്കാർ വിരുദ്ധ വാർത്തകൾ കൊണ്ടൊരു കടന്നാക്രമണം തന്നെ നടത്തിയിരിക്കുകയാണ് ദേശാഭിമാനി. ഇന്ന് നേരെ വീക്ഷണത്തിലേക്ക് വന്നാൽ ഒന്നാമത്തെ വാർത്ത പ്രിയമേറും ഇനി സ്വപ്നയാത്ര. ഈ പ്രിയദർശിനി യാത്ര തുടങ്ങുന്നതിനെക്കുറിച്ചാണ്. പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് പ്രൗഢാരംഭം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര, ട്രാൻസ്ജെൻഡർമാർക്കും സൗജന്യം. നേരത്തെ പറഞ്ഞതുപോലെ തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒപ്പം അതിൻ്റെ സർക്കാരിൻ്റെ പരസ്യവും ഒരു വാർത്താ പ്രാധാന്യത്തോടെ തന്നെ ആ വാർത്തയ്ക്കൊപ്പം ചേർത്ത് വച്ചിരിക്കുന്നു. സ്ത്രീ ശാക്തീകരണ പുതുയുഗ യാത്രയ്ക്ക് KSRTCയിലൂടെ ശുഭാരംഭം എന്നാണ് വീക്ഷണം പറയുന്നത്. വീക്ഷണത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം അതൊന്നുമല്ല, അതിൻ്റെ ഇന്നത്തെ മുഖപ്രസംഗമാണ്. അവതാരങ്ങളെ തിരിച്ചറിയുക എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് 41 ദിവസമായ ഇന്നലെയായിരുന്നു പിണറായി വിജയൻ മൗനം വെടിഞ്ഞത്. മുഖ്യമന്ത്രി VD സതീശനും ആരോഗ്യമന്ത്രി കെ മുരളീധരനുമെതിരായ അധിക്ഷേപം ചൊരിഞ്ഞുകൊണ്ടായിരുന്നു പിണറായിയുടെ വാർത്താ സമ്മേളനം. മൗനം വെടിഞ്ഞത് ഇന്നലെയല്ല, ഇതിനു മുമ്പ് 1-2 വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം. ഏതായാലും പറഞ്ഞു വന്നത് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ശബരിമല ദേവസ്വം ലീഡർ നിയമനവും മുഖ്യമന്ത്രിയുടെ മംഗലാപുരം സന്ദർശനവും വിവാദമാക്കി വളർത്താൻ CPIM ശ്രമിക്കുകയാണ്. ഇത്തരം നിയമനങ്ങളെക്കുറിച്ചാണ് CPIM വിമർശിക്കുന്നത്. ഏറ്റവും അവസാനം വരുമ്പോൾ മെയ് 4-ലെ തെരഞ്ഞെടുപ്പ് ഫലവും UDFൻ്റെ അധികാരമോഹവും അറിയാത്തവരാണ് മരം പെയ്യിക്കുമ്പോഴും ആരോഗ്യമന്ത്രിയെപ്പോലെ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത്. അതായത് ഈ സർക്കാരിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥരും അതേപോലെ സംവിധാനവും സർക്കാരിനെതിരായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് വീക്ഷണം പറഞ്ഞു വയ്ക്കുന്നത്. ഇരിപ്പിടവും കിടപ്പിടവും മാറ്റി ചങ്ങാത്തത്തിന് വരുന്നത് അവരാണ്. പുതിയ നിയമനങ്ങളിൽ നുഴഞ്ഞു കയറുന്നുണ്ട് അത്തരക്കാർ. UDF നേതൃത്വവും അണികളും അത് തിരിച്ചറിഞ്ഞേ മതിയാകൂ എന്ന് കോൺഗ്രസ് മുഖപത്രം UDF നേതൃത്വത്തിനും UDF അണികൾക്കും മുന്നറിയിപ്പ് നൽകുന്നു. അതായത് സർക്കാരിലേക്ക് നുഴഞ്ഞു കയറുന്ന അവതാരങ്ങളെ തിരിച്ചറിയണമെന്നാണ് വീക്ഷണം പറയുന്നത്. ഇത്തരം അവതാരങ്ങളെ സംബന്ധിച്ചൊരു
തർക്കം CPIയും തമ്മിൽ, ബിനോയ് വിശ്വവും പിണറായി വിജയനും തമ്മിൽ ഇതേ സമയത്ത് നടക്കുന്നത് നമുക്കറിയാം. ഏതായാലും വീക്ഷണത്തിൻ്റെ ഇന്നത്തെ ഈ മുഖപ്രസംഗം ശ്രദ്ധേയമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജന്മഭൂമി ഇന്നലെ ഈ സ്വാഭാവികമായും മോഹൻ ഭഗവത്തിൻ്റെ സന്ദർശനത്തെ തന്നെയാണ് പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത്. സംഘത്തിന് ആരും അന്യരല്ല, എല്ലാവരും ഹിന്ദുക്കളാണെന്ന് ഡോക്ടർ മോഹൻ ഭഗവത് പറയുന്നു. അധികാരത്തിന് വേണ്ടിയുള്ളതോ ആർക്കെങ്കിലും എതിരായുള്ളതോ അല്ല RSS പ്രവർത്തനമെന്ന് സർസംഘചാലക് അദ്ദേഹം നടത്തുന്ന പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് സ്വാഭാവികമായും ജന്മഭൂമി വളരെ വിശദമായി വാർത്ത നൽകിയിരിക്കുന്നു. മുഴുവൻ കോളങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വാർത്ത. ഇനി മംഗളത്തിലേക്ക് വരികയാണെങ്കിൽ സർക്കാർ പരിപാടിയിൽ VC-മാർ എന്നുള്ള ഈ പ്രശ്നത്തിൽ തന്നെ, അതായത് മോഹൻ ഭഗവത്തിൻ്റെ പരിപാടികളിൽ VC-മാർ പങ്കെടുത്തതിനെ സർക്കാരും പ്രതിപക്ഷവും ഒരുമിച്ച് പുതിയ പോർമുഖം. സർക്കാരും പ്രതിപക്ഷവും ഈ വിഷയത്തിൽ ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഗുരുതര വീഴ്ച, VC-മാർ മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി. ഉന്നത വിദ്യാഭ്യാസ മേഖല പിടിച്ചെടുക്കാനുള്ള നീക്കമെന്ന് പിണറായി. അത്യന്തം ഗുരുതരമെന്ന് മന്ത്രി റോജി എം ജോൺ. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ കാപട്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഒപ്പം VC-മാർക്ക് ഈ RSS വേദിയിൽ പോയതിന് മാപ്പ് പറയാൻ തുടങ്ങിയാൽ ആദ്യം മാപ്പ് പറയേണ്ടത് VD സതീശനായിരിക്കുമെന്ന VD സതീശൻ്റെ പോസ്റ്റിന് താഴെയുള്ള കെ സുരേന്ദ്രൻ്റെ കമൻറ്റും വിവിധ പത്രങ്ങൾ ഇന്ന് വാർത്തയാക്കുന്നു. ചന്ദ്രികയിലേക്ക് വന്നാൽ US ഇറാൻ കരാറിൽ തീരുമാനമായില്ല എന്നുള്ള വിദേശ വാർത്തയാണ് ഇന്നത്തെ അവരുടെ പ്രധാന വാർത്ത. സമാധാനമെന്ന് ട്രംപ്, പ്രകോപനവുമായി ഇസ്രായേൽ. അമേരിക്കയുടെ ഇടക്കാല വെടിനിർത്തൽ കരാറിലേക്ക് ഇറാൻ അടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെ കരാർ ഒപ്പിടുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ലെന്ന് ഇറാൻ ഔദ്യോഗികമായി വ്യക്തമാക്കി എന്നുള്ള ചന്ദ്രികയിലെ വാർത്തയാണ് അവർ പ്രധാന വാർത്തയായിട്ട് നൽകുന്നത്. ചന്ദ്രികയുടെ 4-ാം പേജിൽ പ്രിയദർശിനി സ്വാതന്ത്ര്യത്തിൻ്റെ പുതുയുഗം എന്ന് പറഞ്ഞ് CP ജോൺ, സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ പുതുയുഗം എന്ന് പറഞ്ഞ് CP ജോൺ ഗതാഗത വകുപ്പ് മന്ത്രി എഴുതുന്ന ലേഖനവും അവരുടെ എഡിറ്റ് പേജിൽ നൽകിയിട്ടുണ്ട്. മാധ്യമത്തിലേക്ക് വന്നാൽ VC-മാർ വിവാദത്തിൽ എന്നുള്ള ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പ്രധാന വാർത്ത. RSS പരിപാടിയിൽ പങ്കെടുത്തത് കേരള MG മലയാളം സർവകലാശാല VC-മാരാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ VD സതീശൻ പറഞ്ഞതും പിണറായി വിജയൻ പറഞ്ഞതും കൊട്ടേഷനായിട്ട് ആ വാർത്തയ്ക്ക് ഒപ്പം നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയുടെ 1-ാമത്തെ പേജിൽ കൈ പൊള്ളി കണ്ണു തുറന്നു. നിയമനങ്ങളിൽ ജാഗ്രതയോടെ മുഖ്യമന്ത്രി, പിന്തുടർന്ന് പ്രതിപക്ഷം. പേഴ്സണൽ സ്റ്റാഫ് നിയമനമടക്കമുള്ള പ്ലീഡർമാരുടെ നിയമനമൊക്കെ അടക്കമുള്ള നിയമനങ്ങളിൽ ഒപ്പം കൈപൊള്ളി കണ്ണു തുറന്നു. ഇതേ വിഷയം തന്നെയാണ് ശ്രദ്ധിക്കണമെന്ന് വീക്ഷണം പറയുന്നതെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ആത്മകഥയില്ല, പാർട്ടിയെ വെല്ലുവിളിക്കാനില്ല എന്ന് 7-ാം പേജിൽ, അതായത് പത്മകുമാർ ആത്മകഥ എഴുതും എന്ന് പറഞ്ഞതായി ഇന്നലെ വാർത്തയുണ്ടായിരുന്നു. എന്നാൽ ആത്മകഥ എഴുതാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞ വാർത്ത നൽകിയിരിക്കുന്നു കേരള കൗമുദി. സ്ത്രീകളുടെ സൗജന്യാർത്ഥ സവാരി ഗിരിഗിരി എന്ന് ദീപിക. മഞ്ഞപ്പട വിറച്ചു എന്ന് ഈ ലോകകപ്പ് മൊറോക്കോ ആ വാർത്ത നൽകുന്നു. തൃണമൂലിനോട് മമതയില്ല എന്ന TMC വാർത്തയും ദീപിക പ്രധാന പേജിൽ വെക്കുന്നു. ഒപ്പം ഇന്നലെ ജർമ്മനി 7 ഗോൾ അടിച്ച വാർത്ത വളരെ പ്രാധാന്യത്തോടെ എല്ലാ പത്രങ്ങളിലും ഉണ്ട്. ചെയ്തു.